ചെന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. എവിടെയോ പോയി സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ പഠിച്ചോ? ഇപ്പൊ നന്നായിട്ട് സംസാരിക്കും. എന്തെങ്കിലും പറയാം. കാണാൻ നല്ല ഭംഗിയുണ്ടെന്നാണ് അങ്ങനൊന്നും തോന്നിയിട്ടില്ല. ചുമ്മാ തോന്നുന്ന. മലയാള ഇൻഡസ്ട്രിയിൽ നിന്നും വ്യത്യാസമില്ലേ? നല്ല വ്യത്യാസമുണ്ടല്ലേ അവിടെ? ഓ തീർച്ചയായിട്ടും. ഞാൻ ഇടയ്ക്ക് ഒരു ക്ലിപ്പ് കണ്ടിരുന്നു, മറ്റേ ചേച്ചിയുടെ ഒരു പിന്നെ തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. സമയത്ത് പുതിയ വെറൈറ്റി ഫുഡുകളൊക്കെ എല്ലാരും കണ്ടുപിടിച്ച് ഞാൻ പൊറോട്ട വരെ ഉണ്ടാക്കി. ഹായ്, വെൽക്കം ബാക്ക് ടു ഡെസേർട്ട് ടെക്കേഴ്സ് എന്റർടൈൻമെന്റ്. 12 വർഷമായി സിനിമ സീരിയൽ രംഗത്ത് നമുക്ക് സുപരിചിതയായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീയ രമേശ് ചേച്ചിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ ചേച്ചി, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. എന്താണ് ചേച്ചി പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം ആസ് യൂഷ്വൽ ഷൂട്ടും പ്രൊജക്ട് ഏതൊക്കെയാണ്? ഞാനിപ്പോ തെലുങ്കു പ്രൊജക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ ചാമന്തി എന്ന് പറയുന്ന സീ തെലുങ്കിലും ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ രണ്ടാമത് 2 months ആയിട്ട് വേറൊരു സീരിയലും കൂടെ ETVക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അമ്മ ഒരു 2 പ്രൊജക്ട് ഞാൻ തെലുങ്കു ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നു. ചേച്ചിക്ക് പുതിയ അവിടുന്ന് ഒരു നെഗറ്റീവ് ക്യാരക്ടറിന് അവാർഡ് കിട്ടി. ഈ വർഷത്തെ ഞാൻ ആന്റി ഹീറോയിൻ അവാർഡാണ് കിട്ടിയത്. നെഗറ്റീവ് റോളാണ് അവിടെ ചെയ്യുന്നത്. നെഗറ്റീവ് റോൾ എന്ന് പറയാൻ പറ്റത്തില്ല, സീരിയലിന്റെ മെയിൻ ക്യാരക്ടർ, ഹീറോയിൻ എന്ന് തന്നെ നമുക്ക് പറയാം. മെയിൻ ക്യാരക്ടർ ഇത് തന്നെയാണ്. അതിന്റെ 22 സീരിയലിൽ നിന്ന് ഈ വർഷത്തെ അവാർഡ് എനിക്കാണ് കിട്ടിയത്. അതൊരു ചെറിയ കാര്യമല്ല, കാരണം ഇവിടുന്ന് നമ്മൾക്ക് അധികം സീരിയലുകൾ ഇല്ല, കുറച്ചേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു ചാനൽ 22 സീരിയൽ ഓടുമ്പോൾ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ പ്രൈം ടൈം ആണ് ഞങ്ങളുടെ സീരിയൽ. പ്രൈം ടൈം സീരിയലിനാണ് കിട്ടിയിരിക്കുന്നത്. മലയാളത്തിൽ നിന്ന് തെലുങ്കിലേക്ക് സീരിയലിലോട്ട് പോയപ്പം എന്ത് മാറ്റമാണ് അവിടെ? ഞാൻ മലയാളത്തിൽ അധികം സീരിയൽ ചെയ്തിട്ടില്ല. ഞാൻ കുങ്കുമപ്പൂവും പിന്നെ സത്യമേവ ജയത എന്ന് പറഞ്ഞ സീരിയൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ മൂവിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു കന്നഡ മൂവി ചെയ്തിട്ട് നമ്മുടെ ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ കന്നഡ മൂവി ചെയ്യാൻ പോയത്. ആ സമയത്ത് ക്വാറന്റൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കമ്പൽസറി ആയിട്ട് വീട്ടിൽ പോകാൻ പേടിയായതുകൊണ്ട് വീട്ടുകാർ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് പോലും എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് ട്രിവാൻഡ്രത്ത് ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ ക്വാറന്റൈൻ ഇരുന്നു ഞാൻ 14 ദിവസം. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഒരു കോള് വരുന്നത്. തെലുങ്കു സീരിയൽ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കോള് വരുന്നത്. അപ്പോൾ പക്ഷെ എനിക്ക് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ അത് ആരാ വിളിക്കുന്നത്, എന്തോ എങ്ങനെയാ നമ്പർ. അപ്പൊ ഞാനത് ഒരു തമാശയായിട്ട് എടുത്തങ്ങ് വിട്ടു. അപ്പൊ അവര് വീണ്ടും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു താല്പര്യം ഉണ്ടോ പറയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ആരെങ്കിലും പറ്റിക്കാനായിരിക്കും, എന്നെ അവിടുന്ന് ആര് വിളിക്കാനാ. അങ്ങനെ അത് രാമോജിറാവ് ഫിലിം സിറ്റിയിൽ നിന്ന് അവിടുന്നാണ് അവരുടെ ഓൺ പ്രൊഡക്ഷൻ ആയിരുന്നു ETVക്ക് വേണ്ടി. അത്താരന്റെ ദാരേതി എന്ന് പറഞ്ഞ സീരിയൽ, അതാണ് തുടക്കം. ചെന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. എവിടെയോ പോയി സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം നമ്മൾക്ക് വഴങ്ങാത്ത ഒരു ഭാഷയാണ്. ഇപ്പൊ പഠിച്ചോ? ഇപ്പൊ നന്നായിട്ട് സംസാരിക്കും. എന്തെങ്കിലും പറയാ? നോ ചാലാ ബാഹുന്നാറ്. കാണാൻ നല്ല ഭംഗിയുണ്ടെന്നാണ്. ചേച്ചിയെ കൂട്ട്. താങ്ക് യു. ചേച്ചി എങ്ങനെ ഈ ഭംഗി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? ചേച്ചി ഫസ്റ്റ് സിനിമ സീരിയൽ ഇൻഡസ്ട്രി വന്ന അതേപോലെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ കാര്യം പറയട്ടെ, സത്യം പറഞ്ഞാൽ എന്നെ കണ്ടിട്ടില്ല, എനിക്ക് കണ്ണു കാണത്തില്ല. ഞാൻ ഫസ്റ്റ് വന്ന പോലാണ്. കാരണം ഞാനൊരു 13 വർഷം 12 വർഷത്തോളമായി ഇൻഡസ്ട്രി വന്നിട്ട്. എന്തായാലും ആ ഒരു 12 വർഷത്തെ വ്യത്യാസം തീർച്ചയായിട്ടും തോന്നിയിട്ടില്ല. ചുമ്മാ തോന്നുന്ന. തീർച്ചയായിട്ടും. എന്തെങ്കിലും ബ്യൂട്ടി സീക്രട്ട് ഉണ്ടോ? ഞാൻ നേരത്തെ യോഗ ചെയ്യുമായിരുന്നു, നന്നായിട്ട് ഹെൽത്ത് ക്ലബിൽ അത്യാവശ്യം പോവായിരുന്നു, മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഇതിനൊന്നും സമയമില്ല, കാരണം ഞാനൊരു 30 ദിവസവും ഷൂട്ടിലായിരിക്കും. ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാവിലെ 7:30 ആകുമ്പോഴത്തേക്ക് കാറ് വരും. പിന്നെ ലൊക്കേഷനും ഞാൻ താമസിക്കുന്ന സ്ഥലവുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഒരു 1 hour ജേർണി ഉണ്ടാവും. ഹൈദരാബാദിലെ ട്രാഫിക് അറിയാവും. റൂമിലെത്തുമ്പോൾ ഒരു 10:30 ആവും. പിന്നെ രാവിലെ മുതലുള്ള ഹെട്രിക് വർക്ക് കാരണം നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ചെയ്യുമായിരുന്നു, എനിക്ക് ഇഷ്ടമാണ്, ചെയ്യുന്നത് ഇഷ്ടമാണ്. അത് മുടങ്ങുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ പറ്റുന്നില്ല എനിക്ക്, അതാണ് കാര്യം. ഈ തെലുങ്കില് സീരിയലില് മലയാള സീരിയലിനെക്കാട്ടില് വർക്ക് കൂടുതലാണോ? ടൈമിങ്ങോ അങ്ങനെ? ഇല്ല, മലയാളത്തിനെക്കാളും കുറവാണ്. പിന്നെ നമ്മളെ വിളിക്കുന്ന സമയത്ത്
നമ്മൾ നമ്മുടെ ടൈം നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ കാര്യങ്ങൾ അവരോട് പറയാം. കാരണം അവര് നമ്മളെ വിളിക്കുകയാണ്, നമ്മൾ അങ്ങോട്ട് അവസരം ചോദിക്കുകയല്ല. അപ്പൊ നമ്മൾക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് ആ ഒരു ക്രൂ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതും? അങ്ങനെ നമ്മളെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പോകുന്നേ. മലയാള ഇൻഡസ്ട്രിയിൽ നിന്നും വ്യത്യാസമില്ലേ? നല്ല വ്യത്യാസമില്ലേ അവിടെ? തീർച്ചയായിട്ടും. മലയാളം സീരിയൽ എന്ന് പറയുമ്പോൾ അതൊരു ലോ ബഡ്ജറ്റിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെ സീരിയൽ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു നോർമൽ മൂവി ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് അവിടെ സീരിയൽ ചെയ്യുന്നത്. ഒരു ക്ലാരിറ്റി, ഇപ്പം ഒരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ അവര് പൂക്കൾ വാങ്ങിച്ച് അതേപോലെ അത്രയും നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. കാരണം റിയലിസ്റ്റിക് ആയിട്ട് ഫ്രഷ് ഫ്ലവേഴ്സ് തന്നെ ആയിരിക്കും അവിടെ അത് ചെയ്യുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പൊ അതൊരു എപ്പിസോഡ് എടുത്തു പോകാന്നുള്ളതല്ല, ക്ലാരിറ്റി നോക്കി ടൈം എടുത്ത് ചെയ്യുക എന്നുള്ളത്. സീരിയലിൽ ഡബ് ചെയ്യുന്ന ചേച്ചി തന്നെയാണോ? അല്ല, കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അന്യഭാഷയിൽ പോകുമ്പോൾ നമ്മളത് എത്ര സംസാരിച്ചാലും അതിന്റെ വേർഡ്സിൽ ഇപ്പൊ ഒരു മലയാളം അറിയാൻ മേത്ത ഒരു കുട്ടി ഇവിടെ വന്ന് മലയാളം പറഞ്ഞാല് ആ മലയാളം അത് മലയാളം അല്ല, ഇവിടെ പറഞ്ഞ് അഭിനയിക്കും അല്ലേ. പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ അത് കേട്ടിട്ട് പറഞ്ഞ് അഭിനയിക്കും. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ചിലപ്പോൾ വേർഡ്സ് മാറിക്കഴിഞ്ഞാൽ അതിന്റെ മീനിങ് മാറും. അപ്പൊ അതുകൊണ്ട് അത് അവിടുത്തെ ഇവിടെ ഉള്ള പോലെ തന്നെ അവിടെ ഇതിനുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരാണ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു ക്ലിപ്പ് കണ്ടിരുന്നു, മറ്റേ ചേച്ചിയുടെ ഒരു സീരിയലില് ഒരു സീൻ ചെയ്തപ്പം സാരിയില് തീ പിടിച്ച്. അപ്പൊ അതിനെ കുറിച്ച് എന്ന് പറയാം. അത് സീരിയല് അതൊരു സീനായിരുന്നു. സീൻ എടുക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞിരുന്നു, കാരണം അത് ഒരു പോളിസ്റ്റർ ടൈപ്പ് ഫ്ലോയി സാരി ആയിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, ഞാൻ ആ സീനിന് തൊട്ട് മുമ്പാണ് അറിഞ്ഞത് ഒരു ഒറിജിനലായിട്ട് സാരിയിലാണ് തീ വെക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിരുന്നത് ഇത് മെൽറ്റ് ആവുന്ന ഒരു മെറ്റീരിയൽ ആണെന്ന് പറയുമ്പോ ആർട്ട് ഡയറക്ടർ വന്നിട്ട് ആ സാരിയുടെ എൻഡില് ഇതേപോലെ നമ്മുടെ മുന്താണി വരുന്നിടത്ത് ഇതേപോലെ വേറൊരു തുണി എക്സ്ട്രാ ഇങ്ങനെ വെച്ചിട്ട് അത് നനച്ചിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മൊമെന്റില് അവര് അവിടെ ഒരു വേറൊരു ക്ലോത്തിൽ തീ പിടിച്ചിട്ട് അതെന്റെ ഇതിലേക്ക് സാരിയിലേക്ക് സ്പ്രെഡ് ആവുന്ന പോലെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്ത സമയത്ത് ഇത് അവരെന്തോ ഒരു സാധനം കെമിക്കൽ അതിൽ ഒഴിച്ചു. അപ്പൊ അത് ഒഴിച്ച സമയത്ത് ഉണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് തീ ആളി കത്തുക ചെയ്ത്. അതിപ്പോ എനിക്ക് മനസ്സിലായി ഇത് കത്ത്, പക്ഷെ ഇവിടം വരെ കത്തി, ഈ ഒരു ഷോൾഡർ വരെ കത്തി പോവുകയും പെട്ടെന്ന് കാരണം ഈ ഡബിൾ പിൻ ആണല്ലോ, നമ്മൾ ബാക്കിൽ ഒരു പിൻ കുത്താറുണ്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ. ആ പിന്ന് എന്റെ എന്തോ ഭാഗ്യത്തിന് പൊട്ടി വന്നു, അല്ലെങ്കിൽ വരില്ല. അത് പെട്ടെന്ന് തന്നെ അത് ഞാൻ വലിച്ചു ഊരുമായിരുന്നു. അത്രയും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ എനിക്ക് പിന്നെ കരയുമായിരുന്നു ചെയ്തത്. കാരണം അത് ഇവിടം വരെ കത്തി, ഹെയറിനൊക്കെ ഇങ്ങനെ ഇതായി. കാരണം പേടിച്ചു, നന്നായിട്ട് പേടിച്ചു. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. ഇപ്പൊ തീ കണ്ടാൽ തന്നെ ഇപ്പൊ അങ്ങനെയുള്ള സീൻ എടുക്കാൻ പറ്റില്ല എന്ന് പറയാറ്. ഇപ്പൊ ചേച്ചി തെലുങ്ക് ഇൻഡസ്ട്രി വരെയായി, ഇനി ഹിന്ദിയിൽ ഒരു അവസരം കിട്ടിയാൽ ചേച്ചി പോവോ? ഹിന്ദിയില് വിളിച്ചിരുന്നു, ഒരു സീരിയൽ തന്നെ ആയിരുന്നു അത്. നമ്മുടെ ഇവിടുത്തെ കറുത്തമുത്ത് ഉള്ള സീരിയൽ ഉണ്ടല്ലോ, അത് തെലുങ്കില് ഭയങ്കര ഹിറ്റ് ആയതായിരുന്നു. അത് ഹിന്ദിയിൽ റീമേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഹിന്ദി വഴങ്ങില്ല. എനിക്ക് ഹിന്ദി കേൾക്കുമ്പോഴും പേടിയാ. എനിക്ക് അറിയില്ല ഹിന്ദി. എനിക്ക് പിന്നെ ഞാൻ പഠിച്ചെടുത്തു, പക്ഷെ ഹിന്ദി പഠിക്കാൻ പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാനത് ചെയ്തില്ല. സിനിമയിൽ അവസരം വന്നാലും എനിക്ക് ഹിന്ദി അറിയില്ല. കാരണം എന്റെ മോന് കാരണം 10ാം ക്ലാസ് വരെ എങ്ങനെയോ പഠിച്ച് ഞാൻ ജയിച്ചു, അതെനിക്കറിയാം. പക്ഷെ എന്റെ മോനെ പോലെ ഹിന്ദിന്ന് ഞാൻ മാറ്റി, മനസ്സിലായി. കാരണം അവൻ എന്തെങ്കിലും ഒരു വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല, ഹിന്ദി എനിക്ക് വായിക്കാൻ അറിയത്തില്ല. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇതിന്റെ മീനിങ് അറിയാൻ വയ്യ. നമുക്ക് അഭിനയിക്കണമെങ്കിൽ നമ്മൾ അത് അറിയണമല്ലോ, എന്തെങ്കിലും അറിയാം. എന്നുവെച്ചാൽ എല്ലാ ഭാഷയും പഠിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതല്ല. അതുകൊണ്ട് എനിക്കത് കോൺഫിഡൻസ് ഇല്ല, അതാണ് കാര്യം. ചെയ്യാൻ ആഗ്രഹമാണ്, തീർച്ചയായിട്ടും ആഗ്രഹമാണ്. പക്ഷെ അതിനൊക്കെ നല്ല ഹൈറ്റ് ഒക്കെ വേണ്ടി ഹിന്ദിയിലൊക്കെ അഭിനയിക്കണമെങ്കിൽ. പിന്നെ തീർച്ചയായിട്ടും ഹിന്ദിയിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വേറെ ലെവലല്ലേ. ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് ഹിന്ദിയിലോ? എനിക്ക് തോന്നുന്നില്ല. ഹിന്ദിയിലൊക്കെ കുറച്ച് നമ്മുടെ ഒരു ലുക്കൊന്നും അല്ലല്ലോ അവിടെ. ഓക്കെ. ഹിന്ദിയിലെ ഫേവറേറ്റ് ആക്ടർ ആരാ? ഷാരൂഖ് ഖാന്റെ ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നപ്പോ എനിക്ക് അമിതാഭ് ബച്ചൻ സാറായിരുന്നു ഇഷ്ടം. തീരെ കുഞ്ഞായിരിക്കുമ്പോ തീരെ വളരെ ചെറുതായിരിക്കുമ്പോ എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് ഇങ്ങനെ മറ്റേ കാസറ്റ് ഇട്ടിട്ട് VCRലൊക്കെ നമ്മള് സിനിമ കാണുമായിരുന്നു. ആ സമയത്ത് പുള്ളീനെ കല്യാണം കഴിക്കണേന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. തീരെ കുഞ്ഞായിരിക്കും, നമ്മൾക്ക് കൊച്ചു കുഞ്ഞല്ലേ, ഒരു 5-6 വയസ്സുള്ള കാലത്ത്. വലുതായി കഴിഞ്ഞപ്പോ ഇപ്പൊ ഷാരൂഖ് ഖാൻ. മലയാളത്തിലെ ഫേവറേറ്റ് ആക്ടർ ലാലേട്ടൻ.
ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി ഇല്ലേ? പിന്നെ 4-5 മൂവി അപ്പം, അഭിനയിച്ചു. ആ ഒരു കുഞ്ഞിലെ ഒരു ലാലേട്ടനെ ഒരു ഇഷ്ടം, ആ ഒരു ഇതില്ലേ, അതിൽ നിന്ന് വലുതായി ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയപ്പോൾ ഉള്ളൊരു ആ ഒരു ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടിക്കാലത്ത് എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ചെറിയ മോഹമൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിലൊന്നും സമ്മതിക്കില്ല, അഭിനയിക്കാനോ ഡാൻസ് കളിക്കാനോ ഒന്നും വീട്ടില് സ്ട്രിക്റ്റ് ആയിരുന്നു. എൻ്റെ ഒരു അപ്പൂപ്പൻ, കാരണം എൻ്റെ അച്ഛൻ, ഞങ്ങള് കുട്ടിക്കാലത്തൊക്കെ അവിടെ പഠിച്ചെങ്കിലും പിന്നെ അപ്പൂപ്പനാണ് അച്ഛൻ, അപ്പൂപ്പൻ പറയുന്നതൊക്കെയാണ് കൂടുതൽ കേൾക്കുന്നതൊക്കെ. അപ്പൊ അപ്പൂപ്പനാണ് അടുത്ത മെയിൻ ആണ്. അപ്പൂപ്പൻ അങ്ങനെ ആരും ഡാൻസ് കളിക്കുന്നതും ഒന്നും അങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെ കുട്ടിക്കാലത്ത് എന്റെ ബ്രദറിന്റെ ബുക്കിൽ എവിടെയോ, അവന് പണ്ടത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, ഇങ്ങനെ മോഹൻലാൽ സാറിന്റെ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്, അഡ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോട്ടോ ഒന്നുമല്ല, അഡ്രസ്. അപ്പൊ അന്ന് ഇല്ലന്റ് വാങ്ങിയിട്ട് അതിൽ എന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് മലയാളത്തിലെ ലെറ്റർ എഴുതിച്ചിട്ട് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ തീരെ കുഞ്ഞില്ലേ 4ാം ക്ലാസ്സിലാണ് അന്ന് പഠിക്കുന്നത്. അത് എവിടെ എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, അത് ഏതോ പൊട്ട അഡ്രസ്. അതിൽ നിന്ന് ഞാൻ ലാലേട്ടന്റെ മുമ്പിലേക്ക് അഭിനയിക്കാൻ എത്തിയപ്പോൾ എന്തോ ഒരു അച്ചീവ് ചെയ്ത ഒരു അനുഭവമായിരുന്നു എനിക്ക്. ഭയങ്കര എന്താ പറയേണ്ടത് എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്താ പറയാ, സന്തോഷമാണോ അതോ അഭിമാനമാണോ, അല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇനി മലയാള സീരിയലിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യുമോ? മലയാള സീരിയലിൽ നിന്ന് വിളിച്ചിരുന്നു. ഇപ്പം ഞങ്ങളുടെ ചാമന്തി സീരിയല് സൂപ്പർ ഹിറ്റ് സീരിയലാണ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ. അപ്പൊ അത് തന്നെ തമിഴില്, കന്നഡ, മലയാളം റീമേക്ക് ചെയ്തു. മലയാളത്തിൽ നിന്ന് വിളിച്ചിരുന്നു. തുടങ്ങിയല്ലോ? തുടങ്ങി വിളിച്ചിരുന്നു. പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, കാരണം വീട്ടിൽ നിന്ന് പോയി വരാമല്ലോ എന്നൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടുത്തെ ഡേറ്റ് നമ്മുടെ മലയാളം തമിഴും ചെയ്യുന്നത് 1 to 15 or 15 to 29 അങ്ങനെയാണ് ഡേറ്റ് വരുന്നത്. പക്ഷേ അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നി ഫസ്റ്റ് വീക്ക്, 3rd വീക്ക്, അല്ലെങ്കിൽ 2nd വീക്ക്, 4th വീക്ക്, ഇങ്ങനെയാണ് ഓൾട്ടർനേറ്റ് വീക്സ് ആണ് ഡേറ്റ്. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ മലയാളം കുറെ ഓഫേഴ്സ് വന്നിരുന്നു, തൽക്കാലം ചെയ്യണ്ട എന്നും വിചാരിക്കുന്നുണ്ട്. വ്യത്യാസമുണ്ട്, ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ അവിടുത്തെ സീരിയലിന്റെ ഷൂട്ടിങ്, ഇവിടുത്തെ സീരിയലിന്റെ ഷൂട്ടിങ്. അറ്റ് എ ടൈം മലയാളം തെലുങ്കിൽ നിന്ന് നല്ലൊരു ക്യാരക്ടറിന്റെ ഒരു ഓഫർ വന്നാൽ ഏത് തെരഞ്ഞെടുക്കും? സീരിയലിലാണോ മൂവിയിലാണോ? മൂവിയില്. മലയാളം. കാരണം നമ്മുടെ മാതൃഭാഷ, ഞാൻ പിച്ച വെച്ച് വന്നത് എന്റെ ഭാഷ എന്നാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടേ ഉള്ളു മറ്റെന്തും. എന്ന് പറഞ്ഞാല് പോവില്ല എന്നല്ല, അറ്റ് എ ടൈം വന്നു കഴിഞ്ഞാൽ ഞാൻ മലയാളം എടുക്കും, നല്ലൊരു ഓഫർ ആണെങ്കിൽ. കുറച്ച് നാള് ചേച്ചി ഭയങ്കര യൂട്യൂബിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ ചേച്ചിയെ കാണാനില്ല. അത് തന്നെയാണ് ഞാൻ ഇപ്പൊ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത്. യൂട്യൂബിൽ ഞാൻ വന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാല് കോവിഡ് സമയത്താണ്. അന്ന് ലോക്ക്ഡൌൺ ആണ്, ഒന്നും ചെയ്യാനില്ല. കാരണം ഒരു ഷോപ്പിൽ പോകാൻ പറ്റില്ല, ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മൾ ഫ്രീസ് ആയി പോയി. ആ സമയത്ത് നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോ എന്നും ഈ ക്യാമറയുടെ മുമ്പിലൊക്കെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ആവുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അതൊന്ന്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഈ കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, കുക്കിങ്. അപ്പൊ അതൊക്കെ അതിന്റെ ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ കളിയാക്കുവായിരുന്നു. ആ സമയത്ത് പുതിയ വെറൈറ്റി ഫുഡുകളൊക്കെ എല്ലാരും കണ്ടുപിടിച്ച് ഞാൻ പൊറോട്ട വരെ ഉണ്ടാക്കി. അപ്പൊ സമയത്ത് മറ്റേ അതുകൊണ്ട് ചെയ്തതാണ്. പ്ലാവല വരെ വെച്ച് ഞാൻ ഏതാണ്ടൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ നോർമലി ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യാറുണ്ട്. കഴിക്കുന്നവരൊക്കെ നല്ലതാന്ന് പറയാറുണ്ട്. കുക്കിംഗ് എനിക്കൊരു പാഷനാണ്. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചേച്ചി ഇപ്പം സിനിമയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ്? അതെന്താണ് അങ്ങനെ വിചാരിക്കുന്നത്? സത്യം പറയാൻ എനിക്ക് അറിയില്ല. കാരണം നമ്മളെല്ലാരും മനുഷ്യരാണ്, മനസ്സിലായി? എല്ലാവരും ഒരുപോലാണ്. ഞങ്ങളുടെ ജോലി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു. ഇപ്പൊ ഡോക്ടേഴ്സ് അവരുടെ ജോലി ചെയ്യുന്നു. ഓരോരുത്തർക്ക് ഓരോ പ്രൊഫഷണൽ ആ രീതിയിൽ മാറിക്കണം. പക്ഷെ ആക്ട്രസ്മാരെന്താ ഒന്നും ചെയ്യില്ല. അതെന്താ എനിക്കറിയില്ല. ഞാനൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്ടി വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാനൊരു ഹൗസ് വൈഫായി മാറി, അല്ലെങ്കിൽ നല്ലൊരു അമ്മയായി മാറി. എന്റെ വീട്ടിൽ നിൽക്കുന്ന അമ്മയെ നോക്കാൻ ഒരു ചേച്ചി നിൽക്കുന്നുണ്ട്. ആ ചേച്ചി അല്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചേച്ചിയെ മാറ്റി നിർത്തിയിട്ട് ഞാനാണ്. കാരണം അത്രയും ദിവസം അവര് കഴിക്കുന്ന ഭക്ഷണം ഇവരുണ്ടാക്കിയതാണ്. എന്റെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനായിരിക്കുമല്ലോ അവര്, എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും എന്റെ കുട്ടിയാണെങ്കിലും ആഗ്രഹിക്കും. ഞാൻ തന്നെയാ ചെയ്യുന്നത്. മലയാളം ഇൻഡസ്ട്രിയിലും തെലുങ്ക് ഇൻഡസ്ട്രിയിലും പ്രൊഡക്ഷൻ ഫുഡ് തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ, ആ ചേച്ചിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? മലയാളത്തിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും പ്രൊഡക്ഷൻ ഫുഡ്, ഇപ്പം ഇവിടെ സിനിമയിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. അവിടുത്തെ
സിനിമ സെറ്റിൽ എനിക്ക് അറിയില്ല, ഞാൻ മൂവി ചെയ്തിട്ടില്ല. പക്ഷെ സീരിയൽ ഞാൻ ഇവിടെയും ചെയ്തിട്ടുണ്ട്, അവിടെയും ചെയ്യുന്നുണ്ട്. സീരിയലിന്റെ സെറ്റിലാണെങ്കിൽ ഇവിടുത്തെ ഫുഡ് വളരെ മോശമാണ്. അവിടുത്തെ കുറച്ചുകൂടെ ബെറ്റർ ആണ്. പക്ഷെ അവിടുത്തെ ബെറ്റർ ആന്ന് പറയുമല്ല ഞാൻ. പക്ഷെ ഞാൻ അധികം കഴിക്കാറില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല അവിടുന്ന്. ഞാൻ എന്റേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആക്കി കൊണ്ടുപോകത്തേ ഉള്ളൂ. കാരണം ഹൈ ആസിഡിറ്റി ആണ്, വയറിന് പ്രശ്നമാണ്. അവിടുന്ന് റൈസ് കഴിക്കാറില്ല. അവര് നേരത്തെ ഇതിന് മുമ്പ് കഴിക്കുമായിരുന്നു. അത് നമ്മൾക്ക് അവിടെ തന്നെ കുക്ക് ചെയ്യുമായിരുന്നു. ഇപ്പൊ അവിടെ പുതിയ റൂള് വന്നു, സീരിയൽ സെറ്റിൽ ഫുഡ് കുക്ക് ചെയ്യാൻ പാടില്ല. അവിടുത്തെ ഗവൺമെന്റ് റൂൾ. അവിടെ എവിടെയോ തീ പിടിച്ചു. അതുകൊണ്ടിട്ട് ഒരു മെസ്സിൽ കൊടുത്തിട്ട്, ഇവിടുത്തെ സീരിയൽ സെറ്റ് പോലെ തന്നെ മെസ്സിൽ കൊടുത്തിട്ട് അവിടുന്ന് ഫുഡ് വരുവാണ്. ഈ മെസ്സിൽ പല സീരിയലിൽ നിന്നുള്ള ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമായതുകൊണ്ട് അവർ റൈസിൽ എന്തോ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കഴിക്കുമ്പോൾ നമുക്ക് വയറിന് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അവർക്ക് എല്ലാ ദിവസവും ഡാലാണ്, മനസ്സിലായി. ഡാലില്ലാത്ത ഒരു ദിവസം അവർക്കില്ല. ഇവരെങ്ങനെയാ, ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കറിയായിരുന്നു ഡാല്. ഇപ്പൊ എനിക്കിത് കാണുന്നത് തന്നെ ഇഷ്ടമില്ല. എല്ലാ ദിവസവും ഇതാണ് കാണുന്നത്. അപ്പൊ അവർക്ക് അവർക്ക് കറികളാണ് കൂടുതലും. നമുക്ക് ഒരു കറി, ഒഴിച്ചു കറി നമുക്ക് ഒന്നേ ഉണ്ടാവുള്ളൂ. അവർക്ക് ഡാല്, രസം, സാമ്പാർ, തൈര്, അങ്ങനെ കുറെ സംഭവം വരും. അങ്ങനെ വെജിറ്റേറിയൻ ആയിരിക്കും അവർ കൂടുതൽ. സൺഡേ മാത്രമേ ചിക്കൻ ഉണ്ടാവുള്ളൂ. പിന്നെ ചില പ്രൊഡക്ഷനിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ചിക്കൻ തരും. പക്ഷെ എന്നാലും ഭയങ്കര സ്പൈസി ആയിരിക്കും. അവർക്ക് ഹൈദരാബാദിൽ ഫുഡ് കൂടുതലാണ്. പക്ഷെ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല ഫുഡ് ഹൈദരാബാദി ഫുഡാണ്. ബിരിയാണി ആണെങ്കിലും ശരി, എല്ലാ ഫുഡും സൂപ്പർ ടേസ്റ്റ് ആണ്. പക്ഷെ പ്രൊഡക്ഷനിൽ അത് നമ്മൾ പ്രതീക്ഷിക്കരുത്. സ്വീറ്റ്സ് കൂടുതൽ എല്ലാം ഉണ്ട്. അല്ല, ഫുഡിന്റെ കാര്യം പറഞ്ഞത് ഭയങ്കര ടേസ്റ്റി ഫുഡുകളായിരിക്കും എല്ലാ ഹോട്ടൽസിലും കിട്ടുന്നത്. പക്ഷെ പ്രൊഡക്ഷനിൽ അത് പ്രതീക്ഷിക്കരുത്, അത് കിട്ടില്ല. അവിടെ ഈ തൈര്, ഡാല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ അധികം കഴിക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. പിന്നെ നൈറ്റ് ആണെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാനുള്ള ക്യാഷ് അവർ തരുന്നത് ഫുഡിന്. അപ്പൊ നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കുക വേണ്ടെങ്കിൽ അതിന്റെ ക്യാഷ് അവർ നമുക്ക് തരും. ഒരു ദിവസത്തേക്കുള്ള പേയ്മെന്റ് തരും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചു കഴിക്കും. അങ്ങനെയാണ്. ഹൈദരാബാദിൽ പോയിട്ട് രാമോജി ഫിലിം സിറ്റിയിലൊക്കെ അവിടെ തന്നെയാണ് മിക്കവാറും ഷൂട്ട്. ഞാന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഹൈദരാബാദിൽ പോണം, രാമോജി ഫിലിം സിറ്റിയിൽ എനിക്ക് ഒരിക്കലെങ്കിലും ഒരു സിനിമയെങ്കിലും ചെയ്യണമെന്നുള്ളത്. പിന്നെ ഫസ്റ്റ് തെലുങ്ക് സീരിയല് രാമോജിയുടെ ഓൺ പ്രൊഡക്ഷൻ കമ്പനി എന്നാണ് വിളി വരുന്നത്. അപ്പൊ അവിടെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ഡേ മുതൽ ഷൂട്ടും. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ETV പ്രോജക്ടിന്റെ ഷൂട്ടും രാമോജി ഫിലിം സിറ്റിയിലാണ്. ഇപ്പൊ എന്നും കാണുന്നത്. പക്ഷെ നമുക്ക് അഭിനയിക്കാൻ പോകുമ്പോ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നില്ല. നമ്മള് പോകുന്നു, അഭിനയിക്കുന്നു, തിരിച്ചു വരുന്നു. പുറത്തുനിന്ന് വരുന്നവർക്കൊരു രസമാണ്. ലൂസിഫറിലെ ഗോമതി എമ്പുരാനിൽ കണ്ടില്ല ആ ഒരു ക്യാരക്ടർ. അപ്പൊ ചേച്ചിക്ക് അതിൽ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചിരുന്നു എമ്പുരാനിൽ വരണമെന്ന്. കാരണം ലൂസിഫറിലെ ഫസ്റ്റ് ഫ്രെയിം പോലും എന്റെ ഫേസിലായിരുന്നു. ഫസ്റ്റ് ഡേ ഷൂട്ട് ഫസ്റ്റ് ഫ്രെയിം അതെനിക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഫസ്റ്റ് ഫ്രെയിം. അപ്പൊ അതിന്റെ സക്സസ് ഒക്കെ അറിയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അങ്ങനെ ഒരു രാശിയുണ്ട് നമുക്ക്. അപ്പൊ അതിന്റെ സക്സസ് അറിയുന്നിടം വരെ ടെൻഷനായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചത് പ്രൊഡക്ഷൻ കൺട്രോൾ സിദ്ധു പനക്കൽ ചേട്ടനായിരുന്നു, ലൂസിഫറിൽ വിളിച്ചത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചിരുന്നു, എന്നെ എമ്പുരാനിൽ ഇല്ലേ അടുത്ത്. കാരണം ലൂസിഫറിൽ എന്നെ വില്ലനെ കൊല്ലാൻ വേണ്ടി ഒരു ടൂൾ ഇതായിട്ടാണ് യൂസ് ചെയ്തത്. അപ്പൊ അടുത്ത ആരെങ്കിലും ഒക്കെ കൊല്ലരുതോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അത് എന്റെ ഒരു ഫാൻ ആയിരുന്നല്ലോ പുള്ളിക്കാരൻ. അപ്പൊ മരിച്ചുപോയല്ലോ, ഓൾറെഡി കൊന്നു കളഞ്ഞല്ലോ. അങ്ങനെ ഒരു ചാൻസ് അവർ ഡിസ്കസ് ചെയ്തിരുന്നു രാജേട്ടനുമായിട്ട്. അപ്പൊ അതുകൊണ്ട് പറ്റില്ല, ഇല്ല, ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാരണം ആ സിനിമ വേറെയാണ്, ടോട്ടലി ഡിഫറെന്റ് ആണ്. കണ്ടിരുന്നോ എമ്പുരാൻ? കണ്ടിരുന്നോ? അത് ഇത് ഈ ലൂസിഫറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, വേറെ രീതിയിലാണ് ഇപ്പോ. അതുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നോക്കിയത്. പക്ഷെ ഇല്ല, വിഷമമുണ്ടായി തീർച്ചയായിട്ടും. കാരണം ഗോമതി എന്ന ക്യാരക്ടർ അത്രത്തോളം റീച്ച്. ഞാൻ അതിനേക്കാളും ഒരുപാട് കൂടുതൽ സിനിമകളും കൂടുതൽ സീൻസും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ക്യാരക്ടറിന് റീച്ച് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര റീച്ച് ആയിരുന്നു. എവിടെ പോലും ഇന്നിപ്പോ കല്യാണത്തിന് പോയപ്പോഴും കുറെ കുട്ടികളാണ് കൂടുതലും കേട്ടോ. ചേച്ചി ലൂസിഫറിലല്ലേ ചേച്ചി, അതല്ലേ. കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ ഇരുന്നപ്പോഴും ഓടി വന്നു ലൂസിഫറിലുള്ളത്. ഞാൻ വിചാരിക്കും ഇത്രയും വർഷമായിട്ട് അവരൊന്നും മറക്കുന്നില്ലല്ലോ. പിന്നെ എല്ലാ ഭാഷകളിലും ഉണ്ടായിരുന്നല്ലോ അങ്ങനെ.